2020 ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും മുത്തമിടുമ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് കൃത്യതയാർന്ന ഒരു ടീം ഗെയിമിംഗ്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിൽ ജസ്പ്രീത് ബുംറയുടെ സ്പെൽ അതീവ നിർണായകമായിരുന്നു. വെറും 15 റൺസ് മാത്രം വിട്ടു നൽകി 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ കാണിച്ച നിയന്ത്രണമാണ് കളി ഇന്ത്യയുടെ വശത്താക്കിയത്. ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിന്റെ പ്രകടനം പരിശോധിച്ചാൽ ഓരോ മത്സരത്തിലും ടീമിന് ആവശ്യമുള്ളപ്പോൾ വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് കാണാം. ഈ സീസണിൽ ആകെ 14 വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന്റെ പന്തുകളുടെ വേഗതയേക്കാൾ എതിർ ബാറ്റർമാരെ കുഴപ്പിച്ചത് പന്ത് ലാൻഡ് ചെയ്യുന്ന കൃത്യതയിലായിരുന്നു. പവർ പ്ലേ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ റൺ റേറ്റ് കുറച്ചു നിർത്താൻ സാധിച്ചു എന്നതാണ് ബുംറയെ ഈ സീസണിലെ ഏറ്റവും മികച്ച ബൗളറാക്കുന്നത്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലും സെമി ഫൈനലിലും ഇതേ കൃത്യത തന്നെയാണ് ഇന്ത്യക്ക് തുണയായത്. ബൗളർമാർക്ക് പന്തെറിയാൻ വലിയൊരു സ്കോർ ബോർഡിൽ എത്തിച്ചത് സഞ്ജു സാംസണിന്റെയും അഭിഷേക് ശർമ്മയുടെയും ശിവൻ ദുബെയുടെയും ബാറ്റിംഗ് ആയിരുന്നു. സഞ്ജു സാംസൺ ഈ സീസണിലുടനീളം കാണിച്ച സ്ഥിരത ഫൈനലിലും ആവർത്തിച്ചു. സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്ത സഞ്ജു ടീമിന് ആവശ്യമുള്ള റൺ റേറ്റ് നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മിഡിൽ ഓവറുകളിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയ സഞ്ജുവിന്റെ ബാറ്റിംഗ് വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യയെ നയിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവിന്റെ തീരുമാനങ്ങളും ഈ വിജയത്തിൽ പ്രധാനമാണ്. ബൗളിംഗ് മാറ്റങ്ങളിലും ഫീൽഡിംഗ് ക്രമീകരണങ്ങളിലും അദ്ദേഹം കാണിച്ച മികവ് ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ന്യൂസിലൻഡ് ബാറ്റിംഗിന്റെ മധ്യഘട്ടത്തിൽ സ്പിന്നർമാരെയും ബുംറയെയും കൃത്യമായി ഉപയോഗിച്ചത് വഴി റൺസ് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ലോക സീസൺ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ബോളിംഗ് നിരയാണ് പലപ്പോഴും രക്ഷയ്ക്കെത്തിയത് എന്ന് കാണാം. അർഷ്ദീപ് സിംഗും ഹർദിക് പാണ്ഡ്യയും നൽകിയ പിന്തുണ ബുംറയുടെ ജോലി എളുപ്പമാക്കി. ഫൈനലിൽ കിട്ടിയ തുടക്കം മുതലെടുക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞു. രജിൻ രവീന്ദ്രയെ പോലുള്ള അപകടകാരികളായ ബാറ്റ്സ്മാരെ തുടക്കത്തിൽ തന്നെ പുറത്താക്കിയത് വഴി ന്യൂസിലൻഡിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ലളിതമായി പറഞ്ഞാൽ ബാറ്റിംഗിൽ സഞ്ജുവും ബോളിംഗിൽ ബുംറയും നയിച്ച പോരാട്ടത്തിന് സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങൾ കൂടി ചേർന്നപ്പോൾ ഇന്ത്യക്ക് കിരീടം ഉറപ്പാക്കാനായി. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ടീം എന്ന നിലയിൽ നടത്തിയ പ്രകടനമാണ് ഈ വിജയത്തിന് പിന്നിൽ. വരും വർഷങ്ങളിലും ഈ ഒത്തൊരുമ തുടരാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.